പ്രൈസ് ലോർഡ്. 2 വചനവാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 1, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. മറ്റൊന്ന്, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഇത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. ഈ വാക്കുകൾ 2 ഭാഗത്തും പറയുന്നത്, 1, ചതിക്കരുത്. 1, വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. 2, വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇങ്ങനെ ചെയ്യുന്നവരുടെ മേൽ തീർച്ചയായും ദൈവകോപമുണ്ട്. കാരണം അവർ ദൈവത്തെ അനുസരിക്കുന്നില്ല, അവർ അനുസരണം കെട്ടവരാണ്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അവർ പറയുന്ന വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുമ്പോൾ നമ്മളും അവരുടെ കൂട്ടാളികളാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പേർ ആത്മീയരാണെന്നും പറഞ്ഞ് കാണും. നമ്മൾ കാണുമ്പോൾ പ്രകടനത്താൽ പലരും വളരെ ആത്മീയതയുടെ അത്യുച്ചകോടിയിൽ നിൽക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മളതിൽ വശീകരിക്കപ്പെട്ടു പോകും. പലപ്പോഴും നമ്മളതിൽ ആഗ്രഹിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ കൂട്ടുകെട്ട് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. അവരോട് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയും. പക്ഷേ അവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമ്മളെ അവർ ഫലത്താൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പലയിടത്തും വശീകരിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്